പഠനത്തിരക്കിലായിരുന്നതുകൊണ്ട് അയാൾക്കൊരു ജോലി നേടാൻ പോലും സമയം കിട്ടിയില്ല. ഭാര്യയാണ് നിത്യവൃത്തിക്കുള്ള വരുമാനം കണ്ടെത്തിയിരിക്കുന്നത്. ഒരു നാൾ വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ ഭാര്യ പാത്രത്തിൽ അത്താഴം വിളമ്പി. ആർത്തിയോടെ മൂടി തുറന്ന അയാൾ ഞെട്ടി. അതിനുള്ളിൽ കുറച്ച് പേപ്പറും പേനയും മാത്രം. ഭാര്യ പറഞ്ഞു, നിങ്ങൾക്കെപ്പോഴും വേണ്ടത് ഇതല്ലേ, അതുതന്നെ കഴിച്ചാൽ മതി. ദേഷ്യം സഹിച്ച് അയാൾ കിടന്നുറങ്ങി. പിറ്റേന്ന് ക്ലാസ്സിലെത്തി. എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ മഷി തീർന്നു. ഗുരുനാഥൻ മറ്റൊരു പേന നൽകി. അത് തുറന്നപ്പോൾ അതിൽ ജ്യൂസ് നിറച്ചു വച്ചിരിക്കുന്നു. സാങ്കേതികമായും സൈദ്ധാന്തികമായും ആർക്കും ജീവിക്കാനാകില്ല. ജീവിതം പ്രായോഗികമാണ്. ജീവിക്കാനുള്ള വക സമ്പാദിക്കുക എന്നത് ജനിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ആരും മറ്റൊരാൾക്ക് വേണ്ടി സമ്പാദിക്കുകയോ വേറൊരാളുടെ ജീവിതം കെട്ടിപ്പടുക്കുകയോ ഇല്ല. ആശ്രിതരായി ജീവിക്കാനുള്ള ആനുകൂല്യം അധികകാലം ആർക്കും ലഭിക്കില്ല. പ്രായപൂർത്തിയായിട്ടും സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലെങ്കിൽ അതിനർത്ഥം അവർക്ക് പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. ഓരോ കാലഘട്ടത്തിലും സംഭവിക്കേണ്ട സ്വാഭാവിക വളർച്ചയുണ്ട്. ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും ഓടുന്നതുമെല്ലാം അതിൻ്റെ ഭാഗമാണ്. 4 വയസ്സായിട്ടും നിവർന്നു നിൽക്കാനാകുന്നില്ലെങ്കിൽ ചികിത്സ തേടണം. 40 വയസ്സായിട്ടും വരുമാന മാർഗമായില്ലെങ്കിൽ ചിന്തകളും സഞ്ചാരപഥങ്ങളും അടിയന്തിരമായി പുനഃപരിശോധിക്കണം. ഒരു കാര്യം 100 തവണ ചെയ്യുന്നതല്ല മിടുക്ക്. 1-ാം ക്ലാസ്സിൽ എന്തിനാണ് 1-ലധികം വർഷം പഠിക്കുന്നത്? ഒരു തവണ വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യം എന്തിനാണ് ഒരുപാട് തവണ വായിക്കുന്നത്? പഠിക്കുന്ന കാര്യങ്ങളുടെ പാതിയെങ്കിലും പ്രയോഗത്തിൽ വരുത്താനും ജീവിതത്തിന് ഉപകരിക്കുന്നതാക്കാനും കഴിയുന്നതാണ് മിടുക്ക്. എത്ര നേരത്തെ പ്രായോഗിക ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് സ്വയം പരിഹാരം കണ്ടെത്താൻ കഴിയുന്നുവോ അത്ര നേരത്തെ കൂടുതൽ ഉയരങ്ങൾ താണ്ടാനുള്ള ഊർജം ലഭിച്ചു തുടങ്ങും.